ഹായ് അഞ്ജലി മാം ആൻഡ് പ്രിയ മാം. നമുക്ക് ഇപ്പൊ ബാക്ക് സ്റ്റേജ് ആണ് ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം. നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. സോ താങ്ക് യു ഫോർ ജോയിനിങ്. Thank Thank you. you. Thank അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് എ ഫിലിം ലൈക്ക് ബാക്ക് സ്റ്റേജ്. എന്താ പറയാ, അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിലേക്കൊക്കെ എത്തുന്ന അതൊരു ആ, മനസ്സ് നിറഞ്ഞൊരു ഫീൽ തന്നെയാണ്. സോ അഞ്ജലി മാം താങ്ക് യു. ആൻഡ് ഇപ്പം റീമ ചേച്ചി ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. സോ എനിക്ക് തോന്നുന്നില്ല റീമക്ക് അല്ലെങ്കിൽ ആൻഡ് പത്മപ്രിയ നിങ്ങളല്ലാതെ വേറൊരാൾ ഈ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു ഫീലില് ആ ഒരു സിനിമ അല്ലെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ടേക്കൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഡൗട്ടാണ്. സോ ആ ക്യാരക്ടേഴ്സിനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങളിലേക്ക് എത്തിച്ചതിനും താങ്ക് യു സോ മച്ച്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് അഞ്ജലിയുടെ ആണ്, മനീഷിന്റെ ആണ്, പിന്നെ ഇവിടെ കൊറിയ നമ്മളുടെ ടെക്നീഷ്യൻസിനാണ്. മോസ്റ്റ്ലി ഓഫ് കോഴ്സ് അഞ്ജലി, ബിക്കോസ് ഐ എം ഷുവർ ദർ ആർ അതർ ആക്ടേഴ്സ് ടു പുൾ ഇറ്റ് ഓഫ്. ബട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഒരു പെർഫോമൻസ് എക്സ്ട്രാക്ട് ചെയ്തത് അത് എന്തായാലും ഒരു ഡയറക്ടറുടെ കഴിവാണ്. സോ യാ, ഓൾ ഓഫ് ദാറ്റ് ഗോസ് ബാക്ക് ടു യു അഞ്ജലി. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഓരോ വ്യക്തിമാരോട് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. യുനോ എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും എനിക്ക് വളരെ ചെറിയൊരു സ്പേസിനകത്ത് അൺഫോൾഡ് ചെയ്യുന്ന നാരറ്റീവ് ആകുമ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും ഇതിൽ പ്രത്യേകിച്ച് മേക്കപ്പും കോസ്റ്റ്യൂമും എടുത്ത് പറയേണ്ട കാര്യമാണ്. ബിക്കോസ് ഫോർഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ നല്ല ഹെവി സ്റ്റാറിംഗ് റോൾ ഉണ്ട്. സോ ഐ കാൺ ടേക്ക് ഓൾ ദ ക്രെഡിറ്റ്. സ്പെഷ്യലി ആ സാരി ഉണ്ടല്ലോ, എന്റെ കൈ ഇപ്പോ അപ്പോലേന്ന് എന്റെ കണ്ണായിരുന്നു. ഇനി ഞാൻ അത് എടുത്തേ പറ്റുള്ളൂ. നീ സാരി യു ഹാവ് ടു ഗിവ് ഇറ്റ് ടു മീ അഞ്ജലി, യു ഡോണ്ട് ഹാവ് എൻ ഓപ്ഷൻ. നമ്മൾ ഡിവൈഡിങ് സാരി. ഡിവൈഡിങ് സാരി. അപ്പൊ അഞ്ജലി മാം എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയത്? ഇപ്പം ഡാൻസ് ഇതിൽ മെയിൻ ഒരു എലമെന്റ് ആണ്. ഡാൻസ് കൊണ്ട് മാത്രമാണോ? And എന്തായിരുന്നു ആ ഒരു കോർ റീസൺ? എന്തായിരുന്നു ഇവരെ രണ്ടുപേരും തന്നെ മെയിൻ കാസ്റ്റ് ആയിട്ട് തീരുമാനിക്കാം എന്നുള്ളത്? സത്യം പറയുകയാണെങ്കിൽ ഇത് ഒരു എന്തോളജിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സൗഹൃദങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു കഥ തോന്നിയപ്പോൾ ഒന്നാമത് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കുറച്ച് ലേയേർഡ് ആയിട്ട് എവിടേക്കോ കംപ്ലെക്സിറ്റീസും ഉണ്ട്. പക്ഷെ എന്നാലും സിമ്പിളായിട്ടും പെർഫോം ചെയ്യാൻ പറ്റണം. സിംപ്ലി പെർഫോംഡ്, ബട്ട് അതിനകത്ത് ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കണമല്ലോ ക്യാരക്ടേഴ്സ്. സോ അങ്ങനെ ആലോചിക്കുമ്പം ഇവര് ഉറപ്പായിട്ടും ദർ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. പക്ഷെ വേണ്ടത്ര രീതിയിൽ നമ്മൾ അവരെ ഐ തിങ്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ആൻഡ് ഞാൻ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ഈ രണ്ടുപേരുമായിട്ട് എനിക്ക് ഈ ഡാൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവരെ കാണുമ്പോൾ. സിംപ്ലി ബിക്കോസ് ഈ പടത്തിൽ നേരത്തെ ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറയായിരുന്നു ദാറ്റ് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യണ സീൻസ് രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആലോചിക്കാം ആ സീൻസിലേക്ക് വേണ്ടി മാത്രം കൊറിയോഗ്രാഫി ചെയ്ത് ആരെങ്കിലും ചെയ്താലും ഓക്കെ അല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ രണ്ടുപേരും ഭ്രമയാണെങ്കിലും പത്മപ്രിയ ആണെങ്കിലും ഇവരുടെ ശരീരത്തിലുണ്ട് ഡാൻസ്. ശരീരത്തിലും മനസ്സിലും ഉണ്ട് ഡാൻസ്. അപ്പോൾ അത് നമുക്ക് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ ഓഫ് സ്റ്റേജ് ആയി ഇരിക്കുമ്പോഴും ഈ ഡാൻസ് ശരീരത്തിലുള്ള ആക്ടേഴ്സ് തന്നെ ആയിരിക്കണം ഉറപ്പായിട്ടും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ്. ബട്ട് മോർ ദാൻ ദാറ്റ് ഇവരുടെ ഈ ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ, ഡാൻസേഴ്സ് ആണെന്നുള്ളൊരു ആസ്പെക്ട് വേറെ ഒരുപാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവരുടെ ആ ഒരു ഭാഗം ശരിക്കും അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ നോ രണ്ടുപേരും ആക്റ്റീവ് ഡാൻസേഴ്സ് ആണ്. രണ്ടുപേരും ഇന്നും ദിവസേന പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് അവരുടെ ലൈഫിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സോ എനിക്ക് റെഡി പ്ലാറ്ററിൽ കിട്ടിയ പോലെ ആയിപ്പോയി. ഐ ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. അധികം പണിയൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു, അവരങ്ങോട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പത്മപ്രിയ മാം, ഈ ഒരു ക്യാരക്ടർ ഇപ്പം ഡാൻസ് കുറെ ഇയേഴ്സ് ആയിട്ട് ഡാൻസ് ഫോളോ ചെയ്യുന്ന ഒരാളും ആൻഡ് ഈ ഒരു ഡാൻസറിന്റെ ഒരു ക്യാരക്ടറും ഇത് കേട്ടപ്പോൾ ലൈക്ക് എന്തായിരുന്നു തോന്നിയത്? വാസ് വെരി എക്സൈറ്റഡ്. ഇപ്പൊ അഞ്ജലി പറഞ്ഞത് ലൈക്ക് ഞാൻ എത്ര പടം ചെയ്താലും ഞാൻ അത്ര ഒന്നും ഡാൻസ് ആക്ച്വലി മലയാള സിനിമയിൽ ഒരു ഡാൻസും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു പ്രത്യേകമായിട്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസ് ബേസ്ഡ്. എനിക്ക് ആക്ച്വലി ഒരു പടത്തിൽ ഡാൻസ് ഉണ്ടെങ്കിൽ ഞാൻ പേടിച്ചു പോകും. ബിക്കോസ് നമ്മളത് ഓതന്റിക് ആയിട്ട് നമ്മൾ ഡാൻസ് ചെയ്യാത്ത സമയത്തില്ലേ പക്ഷത്തിൽ യു ഫീൽ വെരി അൺകംഫർട്ടബിൾ പെർഫോമിങ്. അപ്പോ when Anjali came up with such an authentic script, and honestly also dance എന്ന് പറയുന്നത് it's a different world. We dancers have our own like world by itself. നമ്മൾ സിനിമ ലോകം പോലെ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ we have it's like it's obsessed in a different world. അതുപോലെ തന്നെ making dance, learning dance, every dance class will have its peculiarities. പക്ഷെ ഒരു എല്ലാ ഡാൻസേഴ്സിന്റെയും ലൈഫും there'll be very similar notes to exchange. So I was very excited about the fact that ആദ്യം
ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് ആദ്യ പ്രാവശ്യമാണ് ഞാൻ കേൾക്കുന്നത്. ഐ ഹാവൻ സീൻ സോ മച്ച് ഓൺ സ്ക്രീൻ ഓർ എനിത്തിങ് ഓൺ സ്ക്രീൻ അബൌട്ട് ഡാൻസേഴ്സ്. സീരിയസ്ലി നമ്മൾ ട്രഡീഷണൽ ഡാൻസ് ഫോം പഠിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഒരു പ്രത്യേക രീതിയാണ്. ആൻഡ് അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പടം ആയാലും ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദാറ്റ്, ഇറ്റ് വാസ് ലോട്ട് അബൌട്ട് ഫ്രണ്ട്ഷിപ്സ്. And I have never played a character which talks about friendships. ഞാൻ എപ്പോഴും ആരുടെ ഭാര്യയോ അല്ലെങ്കിൽ I would be somebody's girlfriend or a wife or something, but I was rarely a friend. ഒരു ഫ്രണ്ട് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തെ നിമിഷയുടെ കൂടെ തെക്കൻ തല കേസിൽ there was a little bit of like that entire sisterhood thing, but this is not about sisterhood and all that. It's purely about friendship. Yes, it's about female friendship, but it's about friendship. And I think that was such an interesting thing to explore in this very short format. And I was fascinated when finally Anjali said that Rima is doing it, because എനിക്ക് റിമക്ക് എന്നെ നമ്മൾ സിനിമ വരുന്ന മുമ്പ് കാലത്തിൽ നിന്ന് അറിയാം. അതും ഡാൻസ് സ്പേസിലാണ്. when we were doing contemporary dance together, നമ്മൾ സെയിം നൃത്യയാണ് ഒരു ബാംഗ്ലൂരില് ഡാൻസ് സ്പേസ് ആയിരുന്നു. So to actually explore that space, and that too for two current practicing dancers to explore the friendship in that space, was ഒരു extremely unique experience ആണ്. And with Anjali, that it's going to be authentic. ചുമ്മാ ഒരു ചെയ്യാൻ വേണ്ടി ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ബീങ് എ ഡാൻസർ ഹെർസെൽഫ്, സോ ഇറ്റ്സ് എ ചാലഞ്ച് വി ഹാവ് ത്രോൺ ഓൺ അഞ്ജലി ദാറ്റ് നമ്മൾ മൂന്നുപേരും സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ചെയ്യണമെന്നുണ്ട്. സോ ഷീസ് എ ഡാൻസർ ഹെർസെൽഫ്, സോ ഷീ ബ്രിങ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ദി ഇമോഷൻ ഓഫ് ബീങ് ഓൺ ബാക്ക് സ്റ്റേജ്. ആക്ച്വലി ഒരു രസമായിട്ടായിരുന്നു. ഞാൻ ഇവരെ രണ്ടുപേരും കാസ്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർക്ക് ഇങ്ങനെ ഒരു പഴയ കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനത് അറിയണത്. ആൻഡ് ദാറ്റ് വാസ് ലവ്ലി, ബിക്കോസ് അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് ജേർണീസ് ആണ്. ദോ ബോത്ത് ആർ ആക്ടേഴ്സ്, വെരി ഡിഫറെന്റ് പീപ്പിൾ ആൻഡ് ദി ചോസൻ വെരി ഡിഫറെന്റ് ജേർണീസ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു റീക്യാപ്പ് പോലെയായി. സോ ഇറ്റ് വാസ് റിയലി സ്പെഷ്യൽ. അത് കാരണം തന്നെ അവർക്ക് ആ കെമിസ്ട്രി ഇസ് നോട്ട് ജസ്റ്റ് മൈ വർക്ക്. It was already there between them, which is lovely. ഇപ്പൊ നമ്മള് And Rima is not here, but like seriously, Rima is not here, so I want to take the privilege of speaking for her, that especially our last sequence, and not only that, every scene, she has been such an honest co-performer. So it's really like it's a gift to have co-artists like her and everybody else who acted in the frame also. And it was really nice, I must say. See, people won't realize, ഞാൻ പറഞ്ഞാലേ അത് റിയലൈസ് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുകയാണ്. ഇവര് ഒരാൾക്ക് ഇത്ര ക്ലോസപ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ വന്ന് പറയും, അല്ല എന്റേത് എടുത്തു പക്ഷെ അവരെടുത്തില്ലല്ലോ, അത് എടുക്കണ്ടേ എന്ന്. സോ ഐ വാസ് സർപ്രൈസ്ഡ്, അത്രമാത്രം മറ്റേ ആൾക്കും അത്ര തന്നെ നന്നായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, മേക്കപ്പ് ശരിയാക്കി കൊടുക്കുക, ഇതൊക്കെ ഇറ്റ് വാസ് ഹാപ്പനിങ് ത്രൂ ഔട്ട്, വിച്ച് ഇസ് ആക്ച്വലി സിമിലർ ടു വാട്ട് ഹാപ്പൻസ് ഇൻ എ ഡാൻസ് സ്പേസ് വെൻ യു ഡാൻസിങ് ടുഗദർ, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ആ ഒരു എനർജിയിലേക്ക് ഫ്ലോ ചെയ്ത് മാതിരി ഫീൽ ചെയ്തു. നമ്മൾ ഈ അഞ്ജലി മേനോൻ മൂവീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഒരു നൊസ്റ്റാൾജിയ, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സ്നേഹം, ഇത് ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. സ്റ്റിൽ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ ഇതിലേക്ക് വരുമ്പോഴും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞു, അതിൽ ഈ ഒരു ഡാൻസ് എന്നുള്ളൊരു ഐഡിയയിലോട്ട് എൻഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഡാൻസ് തന്നെ ഇതിലേക്ക് ലൈക് ഫ്രണ്ട്ഷിപ്പിൽ ഒരു എലമെന്റ് ആഡ് ചെയ്യണമല്ലോ. ഇവരെ ലൈക് ഒരു കോമൺ ഫാക്ടർ ആയിട്ട് നിർത്തുന്നത് ഡാൻസ് ആണ്. ആ ഡാൻസ് എന്നുള്ള ഒരു പ്ലോട്ടിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് RSVP ആൻഡ് ഫ്ലൈയിങ് യൂണിക്കോൺ അവരായിരുന്നു അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അവർ ആ സമയത്ത് ഇത് 4 സ്ത്രീകൾ മാത്രം ഉള്ളൊരു എന്തോളജി ആയിരുന്നു. ഞങ്ങൾ 4 ഫിലിം മേക്കേഴ്സ് ആൻഡ് ഓരോരുത്തരും നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് സൗത്ത് സെക്ഷനാണ്. ആൻഡ് എല്ലാവരും ഹിന്ദിയിലാണ് ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൗത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്, ഇങ്ങനെ 2 സൗത്ത് ഇന്ത്യൻസ് തമ്മിൽ ഹിന്ദി സംസാരിക്കുന്നത് കുറച്ച് ഓടായിരിക്കും. അപ്പോൾ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും, പിന്നെ അറിയുന്ന രീതിയിൽ മറ്റുള്ളവരുടെ ഭാഷ, അതായത് മലയാളമോ തമിഴോ എങ്ങനെയാ വെച്ചാൽ അതൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോമാറ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ പിടിക്കാൻ കാരണം. ഇൻഫാക്ട് സൗത്തിലാകെ നമ്മൾ കേൾക്കണ ഹിന്ദി ഹൈദരാബാദിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ചെറിയൊരു ഹിന്ദി ടച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ മേക്കപ്പ് മാൻ ക്യാരക്ടറിന്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, ഇപ്പോൾ സൗത്ത് എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് എന്താ നമുക്കിതിൽ ചേർക്കാൻ പറ്റുക എന്ന്. ഇത് കഥ ഉണ്ടാവുന്നതിന് മുമ്പെയാണ്. അതുകൊണ്ട് സോട്ട് വൈ നോട്ട് ഡാൻസ്, ബിക്കോസ് പെട്ടെന്ന് ഈ ഭരതനാട്യം എന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ്
ഓൾമോസ്റ്റ് ഓൾ ത്രൂ സൗത്ത് ഇന്ത്യ അത് വളരെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഈവൻ മറ്റ് ഭാഗങ്ങളിൽ നോർത്തിലും ഈസ്റ്റ് ഇന്ത്യ ഒക്കെ നമ്മളെ നോക്കുമ്പം ഈ ഒരു ഇമേജ് കാണുമ്പോഴേക്കും അവർക്കറിയാം ദിസ് ഇസ് സൗത്ത് ഇന്ത്യൻ എന്ന് അറിയാം. അതിനോടുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള കുറേ ട്രോപ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് വൈ നോട്ട് ഗോ ഇൻ ടു ഇറ്റ്? അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് കയറിയിട്ട് ആ ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്താൽ രസമായിരിക്കില്ലേ? എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഫീച്ചർ ഫിലിംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഫ്രം ദ വെസ്റ്റേൺ വേൾഡ് ബാലയെ കുറിച്ചും ഫ്ലമെങ്കോനെ കുറിച്ചും ഒക്കെ ഒരുപാട് അവരുടെ ഡാൻസ് ഫോംസ് ഒക്കെ അവർ ഭയങ്കര രസമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് മൂവീസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്താ അറിയില്ല, നമ്മുടെ ഇവിടെ അത്ര തന്നെ ഉണ്ടാവാറില്ല. അപ്പൊ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആകെ ഫിലിംസ് ലൈക്ക് ശങ്കരാഭരണം ഇല്ലെങ്കിൽ സാഗര സംഗമം, അതൊക്കെ ഭയങ്കര നല്ല പടങ്ങളാണ്. ഇപ്പൊ കൂടെ അതിലൊരു സീൻ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോഴേക്കും നമ്മൾ നോക്കിയിരുന്ന് പോകും, ബിക്കോസ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പക്ഷെ എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവണില്ല എന്ന് ഐ ഡോണ്ട് നോ. ഇപ്പോഴും നമ്മുടെ ഒരുപാട് കുട്ടികൾ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്, അത് നമ്മുടെ കൾച്ചറിൽ ഇപ്പോഴും ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പലപ്പോഴും സിനിമയിൽ അതൊന്നും കാണാൻ കിട്ടാറില്ല ആക്ച്വലി. സോ അങ്ങനെയാണ് ആ ഒരു തോട്ട് ഉണ്ടായത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഡാൻസ് വേൾഡ്, ആ ഒരു ഡാൻസ് അറ്റ്മോസ്ഫിയർ. ആൻഡ് നോട്ട് ജസ്റ്റ് ഓൺ സ്റ്റേജ്, ഇതിൻ്റെ ഒരുപാട് ഡ്രാമ ഓഫ് സ്റ്റേജ് നടക്കുന്ന ഒരു തരം ഒരു ഫുൾ ഇക്കോ സിസ്റ്റമാണ്. അപ്പൊ അത് ഒന്ന് എങ്ങനെയെങ്കിലും അതിലെ ഒരു റിയലിസ്റ്റിക് പിക്ചർ കാണിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. ഇത് 6 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ കേട്ടു. 6 days ആയിരുന്നു ശരിക്കും എടുത്തത്. ലൈക്ക് അതിന്റെ ഡയറക്ഷൻ സൈഡും ആക്ടിങ് സൈഡും വരുമ്പോ എങ്ങനെയായിരുന്നു? ഹെക്ടിക് ആയിരുന്നോ ശരിക്കും? That's a usual Anjali Menon film. Even if she gets 50 days, even if she gets 50 days, ഒരു പടത്തിൽ ഒരു 10 പടം ഉണ്ടാകും. പിന്നെ അത് എല്ലാத்தைയും ഉപയോഗിക്കും. The thing is that with many filmmakers, I have noticed that, if they shoot extensively, then at least ഒരു പകുതി സാധനം പുറത്ത് പോകുന്നു. പക്ഷെ അഞ്ജലി somehow she'll fit it in at the end titles. അല്ലെങ്കിൽ എവിടെയും she'll just somehow fit in all her shots. And yeah, 6 days is a lot for Anjali. നമ്മള് പൂജയ്ക്ക് ഒരു ഷോട്ട് എടുക്കുമല്ലോ, ഞാൻ ആ ഷോട്ട് വരെ എങ്ങനെയെങ്കിലും ഫിലിമിൽ കിട്ടും. സോ ദ തിങ് ഈസ്, അത് വേറൊന്നുമല്ല. എനിക്ക് തോന്നുന്നു എല്ലാപ്പോഴും ഫിലിം എടുക്കണില്ല, ഞാൻ എപ്പോഴെങ്കിലാണ്. അപ്പൊ എടുക്കുമ്പോൾ ഭയങ്കര ആർത്തിയോടെയാണ് എടുക്കണത്. സോ ഐ എം സോ ഗ്രീഡി, ഐ വാണ്ട് ടു വർക്ക്, ഐ വാണ്ട് ടു ഡു മോർ. സോ അത് കാരണം ഇവര് സെറ്റിലേക്ക് വന്നാ പിന്നെ വിടില്ല, അത്രേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ഓൾസോ ആ നമ്മളൊരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യല്ലോ. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂവും കാസ്റ്റും എല്ലാവരും ആ ഒരു സിങ്കിലേക്ക് എത്തിക്കഴിയുമ്പം പിന്നെ ഞങ്ങൾ ശരിക്കും കുറേ ഇംപ്രൂവൈസേഷൻസ് നടക്കാറുണ്ട്. അപ്പൊ ആ ഒരു സോണിൽ കയറി കഴിഞ്ഞാൽ ഇവര് പോലും സമയം പോണത് അറിയില്ല. അതാണ്, താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. മൂന്നാല് ദിവസം ഉറക്കമില്ലാതപ്പോ എനിക്കറിയാമായിരുന്നു. I took a 1 month break after Anjali's films. 6 ദിവസം ചെയ്തിട്ട് 1 മാസം ബ്രേക്ക്. ഇതിനാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ എല്ലാം കൂടെ അതിനകത്ത് റിഹേഴ്സൽസ് ആണെങ്കിലും എല്ലാം അതിനകത്ത് കുത്തി നിറച്ചോട്ടായിരുന്നു. അപ്പോൾ പ്രിയയുടെ കൂടെ ഈ ഡാൻസ് സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ലോങ്ങർ ഫോമാറ്റ് ഫിലിം ആണെങ്കിൽ നമുക്ക് സമയമെടുത്ത് അവരൊക്കെ പതുക്കെ ഒന്ന് ആക്ലിമറ്റൈസ് ആയി വരും എന്ന് വിചാരിക്കാം. ഇത് അങ്ങനെയല്ല, പുതിയ കുട്ടികളാണ്, അവർക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്ന പോലെ തന്നെ പ്രിയ നിന്നിട്ടുണ്ട്. സോ ഷീ ഹാസ് പ്ലേഡ് ദാറ്റ് മച്ച് ഓഫ് എ റോൾ ഇൻ മേക്കിംഗ് ദം കംഫർട്ടബിൾ. അതുകൊണ്ട് എല്ലാവരും അവനവന്റെ ജോലി മാത്രം ചെയ്താൽ പോരാ, ഒരു ഇത്തിരി അധികം കൂടെ ചെയ്യണം, അപ്പോഴേ എല്ലാം നന്നാവുള്ളൂ. സോ ഐ തിങ്ക് ദി വേൾഡ് ഡൺ. അത് നടക്കും അഞ്ജലിയുടെ സെറ്റിൽ. Sorry, just 1 second. Rima is trying to join. The host has to accept. Yeah. Hi, Rima ma'am. Hi. Hi. Hi, Rima, do you want to make your thing Yes, dance? I do that. Yep. സോ റീമ മാം, നമ്മൾ ഇവിടെ 6 days ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത പ്രോസസ്സിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ ആക്ടേഴ്സിനെ ടോർച്ചർ ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഹൗ വാസ് ദി 6 days ഷൂട്ടിംഗ് പ്രോസസ്? അയ്യോ. Well, I don't know about the torture part, പക്ഷേ it was quite a roller coaster എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം. ലൈക്ക് ഞങ്ങളങ്ങ് വന്ന് ഇറങ്ങുമായിരുന്നു. ഈ ഒരു ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ഞാൻ ഓൾറെഡി പ്രിയ മാമിന്റെ അടുത്ത് ചോദിച്ചു. ഈ ഒരു ക്യാരക്ടർ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ആസ് എ ഡാൻസർ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. സോ ക്യാരക്ടർ ഫസ്റ്റ് ടൈം കേട്ടപ്പം എന്തായിരുന്നു തോന്നിയത്? I think I remember Anjali calling me എന്നിട്ട് എൻ്റെ അടുത്ത് ഇത്
ആഹ് എന്തോ ഇങ്ങനെ ഐ വോണ്ട് നെറേറ്റ് സംതിങ് എന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത് ഭയങ്കര അഞ്ജലി മെനൻ സ്റ്റൈലില്. അപ്പൊ ഞാൻ പറഞ്ഞു നരേഷനൊന്നും വേണ്ട, ഞാൻ ആദ്യം തന്നെ യെസ് പറഞ്ഞോട്ടെ, എന്നിട്ട് പിന്നെ ഞാൻ നരേഷൻ കേട്ടോളാം എന്ന് പറഞ്ഞു ഞാൻ. She's one of the few people you can blindly say yes to. I am quite sure she'll have a well-written, well-edged role for her actors. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഞാൻ എല്ലായിടത്തും പറയുന്ന പോലെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ്. സോ ഐ വാസ് from the word, from the minute she called me, I was so excited about it. പിന്നെ കഥ പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ഞാൻ എനിക്ക് തോന്നുന്നു സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ മൂവിയിൽ ഐ പ്ലേഡ് ആൻ ആക്ട്രസ്. പക്ഷെ ഒരു പ്രൊഫഷണൽ ഡാൻസർ കൂടി ആവുന്ന ഒരു ക്യാരക്ടർ, എസ്പെഷ്യലി ബിക്കോസ് ഐ ബീൻ എ പ്രൊഫഷണൽ ഡാൻസർ, ഐ വർക്ക്ഡ് ഇൻ ചെറുപ്പം തൊട്ടേ പഠിക്കുക മാത്രമല്ലാതെ നമ്മൾ പ്രൊഫഷണലി അതൊരു കരിയർ ആയിട്ട് അത് മാത്രമായിട്ട് കൊണ്ട് നടന്നിട്ടുള്ള ഒരു സമയമുണ്ട്. when people would ask എന്താ ചെയ്യണേ, അപ്പൊ നമ്മൾ ഡാൻസർ ആണെന്ന് പറയുമ്പോ ഓക്കെ ഡാൻസർ ആണ്, പക്ഷെ എന്താ ചെയ്യണേ എന്ന് ഒന്നും കൂടെ ചോദിക്കും. ബിക്കോസ് ബീങ് എ ഡാൻസർ വാസ് നോട്ട് കൺസിഡർഡ് ടു ബി എ പ്രൊഫഷൻ. അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ പ്രൊഫഷണലി ഡാൻസ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ. സോ ഇറ്റ്സ് വെരി 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 ക്ലോസ് ടു ഹാർട്ട്. നമ്മുടെ പല സമയത്തും നമ്മൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ശരിക്കും തിരിച്ച് ഓർത്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ ബാക്ക് സ്റ്റേജിൽ ഉണ്ടാവുന്ന, അതായത് ഒരു പെർഫോമൻസിന്റെ മുമ്പും റിലേഷൻഷിപ്സിന്റെ ബാക്ക് സ്റ്റേജില് എല്ലാത്തിനും പുറത്ത് നടക്കുന്ന, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് ലേയേഴ്സിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ ഈ ഒരു എനിക്ക് ശരിക്കും ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനും to reminisce what all has happened between so many female friends, so many stages that we have seen, backstages that we have seen. ഒരു വല്ലാത്ത ജേർണി ആയിരുന്നു, ഭയങ്കര ഒരു I feel so happy that I could do this at this stage of my career, when I'm back dancing also in full swing. എനിക്കിതിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എലമെന്റ് അതായിരുന്നു. ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസർ, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ബട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്റെ പഴയ ഡാൻസ് ക്ലാസ്സിലെ ഓർമ്മകളും പ്രോഗ്രാംസിന് പോകുന്ന മെമ്മറീസും പെട്ടെന്ന് ഈ മൂവി കണ്ടപ്പോഴത്തേക്കും എന്റെ കൂടെ അന്ന് ഡാൻസ് സ്കൂളിൽ ഉണ്ടായിരുന്നവരും ഒക്കെ ഒരുപാട് മെമ്മറീസ് അങ്ങനെ ഹിറ്റ് ചെയ്തു. ഞാൻ അതാണ് ഫസ്റ്റ് തന്നെ ഒരു താങ്ക്സ് കൊണ്ട് തുടങ്ങിയത്. True, very true, very true. Yeah, I performed at ITFOC recently, ഇവിടെ റീജിയണൽ തിയേറ്റർ തൃശ്ശൂരില്. അപ്പൊ അരങ്ങേറ്റം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോ I go back with my own production and I performed at ITFOC at regional theatre തൃശ്ശൂർ. And the first thing I did was എനിക്ക് ആ ഗ്രീൻ റൂം ആണ് നമുക്ക് ഏറ്റവും അവിടെ നമുക്ക് റെഡി ആവാനൊക്കെ ഇരുന്നതും ഓർമ്മയായിരുന്നു എനിക്ക്. So it was very nice. That's so special. നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിക്കും ഈ ഒരു മൂവിയെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നോ? Definitely. I don't know, simple ആക്കിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. I think it helped us get deeper into it, I think. Yeah. It was more complex. അവര് വളരെ ഈ പറഞ്ഞ ട്രസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ഏതൊരു ആക്ടർക്കും വേണം ഡയറക്ടറുടെ അടുത്ത്. പക്ഷെ I think even beyond that, it was a very lovely space where they just let me in. അപ്പൊ എന്താ അറിയോ, ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ ഇതിലൊരു സീനുണ്ട്, കുറച്ച് നല്ലൊരു നീളമുള്ള ഒരു സീനുണ്ട് അവസാനമാകുമ്പോൾ. അത് കട്ട്സ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ നേരെ പോവുമായിരുന്നു. അപ്പോൾ ദർ പ്രൊഫഷണൽ ആക്ടേഴ്സ് ഹു ആർ യൂസ് ടു ടേക്കിംഗ് ഇൻ എ സർട്ടൻ വേ. അപ്പോൾ ഞാൻ പറയുകയാണല്ലേ, ഞങ്ങൾ കട്ട് ചെയ്യില്ല, നിങ്ങളും കൂടെ ചെയ്തോ ഫുൾ സീൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ലിറ്റിൽ ഓക്വേർഡ്. ബട്ട് അത് കേട്ടപ്പോൾ ആദ്യം ഓക്കെ ഫൈൻ റെഡി എന്ന് പറഞ്ഞ് ചാടി അതിലേക്ക് കയറി രണ്ടുപേരും. ആൻഡ് ആ ഒരു ട്രസ്റ്റ്, ആ ട്രസ്റ്റ് ഫോൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ബ്യൂട്ടിഫുൾ. ആ ശരിയായ ഇൻറ്റിമസി ശരിക്കും അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഈ അറിയണത് കൊണ്ട് ഐ തിങ്ക് ദാറ്റ് ഐ വാസ് ഏബിൾ ടു ട്രൈ ടു പുഷ് ദം ടു ലിറ്റിൽ ഫർദർ ആ ഒരു ട്രസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ
കുറച്ചുകൂടെ ഡീപ്പർ ഇൻ ടു ദ തിങ്. ഐ തിങ്ക് ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. And on one more thing I would want to add is like, remember when we did that single shot, there was some technical issues. But I remember Anjali saying, I don't care about any technicalities, I care about my actor. I seldom hear that on a film set, because obviously it's a very technical art form, it is important. But the fact that a director is like very openly, she's like, adonnu enikku vishayalla, I care about my emotion, and as long as the emotion is right and the actors got it, that is what I appo adu ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര സമാധാനാണ്. പിന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒന്നും നോക്കാനില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബിഫോർ റിലീസ് ഇതുപോലെ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടും ഇല്ലായിരുന്നു. അപ്പം അത് അപ്ഡേറ്റ്സ് മനഃപൂർവ്വം പുറത്ത് വിടാഞ്ഞതായിരുന്നോ? ഞങ്ങൾക്ക് യൂഷ്വലി ഞാൻ വളരെ സീക്രറ്റീവ് ഒക്കെയാണ്, പക്ഷെ ഇത്തവണ അതൊന്നും അല്ല, ഞാൻ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്. ഓ ക്വൈറ്റ് ഫണി. അപ്പൊ എല്ലാം വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങള് അറിഞ്ഞ പിന്നെ we said, okay, let's just make some noise about it. കുറെ സിനിമകളുണ്ടല്ലോ, ഇത് ആന്തോളജി ആകുമ്പോൾ കുറെ പടങ്ങളുണ്ട്. അപ്പൊ we can only talk about ours. So we said at least അറിയാവുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാന്ന് വിചാരിച്ചു. I also feel അത് പറയാൻ ഉള്ള ഒരു ആവശ്യമുണ്ട്, ബിക്കോസ് ഇങ്ങനത്തെ നെറേറ്റീവ്സ് നമ്മൾ സാധാരണമായിട്ട് ഒരു ഫീമെയിൽ ലെഡ് സ്റ്റോറീസിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടാവും. അതൊന്നും ഇല്ല ബാക്ക് സ്റ്റേജ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സെലിബ്രേറ്റ് സ്റ്റോറീസ് ലൈക്ക് ദിസ്, ബിക്കോസ് ദീസ് ആർ ദ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ആസ് ഫീമെയിൽ ആക്ടേഴ്സ് വി ലവ് ഡൂയിങ്. And it doesn't always have to be about us being protagonists. പക്ഷേ I think it's a very important film in Malayalam cinema, particularly about the kind of narrative on female stories also. And I think that's also that's very unique and special about it. How women bond, how they'll breathe through friendships, and their friendship is not any different from ഒരു ക്ലാസ്മേറ്റ്സിലെ കാണുന്ന നമ്മുടെ മെയിൽ ഫ്രണ്ട്ഷിപ്സോ പടം ക്ലാസ്മേറ്റ്സിലെ കാണുന്ന ഫ്രണ്ട്ഷിപ്സോ അതും നമ്മുടെ ഫ്രണ്ട്ഷിപ്സിലെ വ്യത്യാസമില്ല ഒരു അണ്ടർസ്കോർ ചെയ്യുന്ന ഒരു പടമാണ്. നോട്ട് ബിക്കോസ് ഇറ്റ് വാണ്ട്സ് ടു അണ്ടർസ്കോർ ഇറ്റ്, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ആൻഡ് ഇറ്റ് സോ ഹാപ്പൻസ് ടു ബി അബൌട്ട് ബിറ്റ്വീൻ ടു ഫീമെയിൽസ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓൺലി റെസ്പോൺസിബിൾ അപ്പാർട്ട് ഫ്രം നമ്മൾ നല്ല സ്നേഹം, നമ്മളെല്ലാവരും കുറേ ഈ ഫുൾ യൂണിറ്റ് കുറേ ഒരു സ്നേഹവും പിന്നെ we put in so much of ourselves into it, and that's why we want the audience to watch it. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അപ്പുറത്തും I think this is also an important film, I feel, in Malayalam cinema. That's the funny Short thing. film ആയാലും അതെല്ലാം ഷോർട്ട് ഫിലിം ആണ്. മലയാളം കുറച്ചേ ഉള്ളൂ, ഭാഷകള് ഒന്നും അധികം ഉണ്ട്, പക്ഷെ എന്നാലും യു കാൻ ടേക്ക് ദ മലയാളം സിനിമ ഔട്ട് ഓഫ് മലയാളം ഔട്ട് ഓഫ് എക്സാക്ട്ലി. ആ സെൻസിബിലിറ്റി മാറില്ലല്ലോ. അത് ഞങ്ങൾ വി ആർ ഫ്രം, അപ്പൊ അതെന്തായാലും അവിടെ ഉണ്ടാവും. നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. സോ അപ്പൊ താങ്ക് യു. നമുക്ക് ഈ ഒരു നമുക്ക് നേരിട്ട് എനിക്ക് എല്ലാവരും മീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു, ബട്ട് പറ്റിയില്ല. സോ ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയതിലും ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു ഫോർ ഗിവിങ് അസ് ബാക്ക് സ്റ്റേജ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ ഞാൻ എൻ്റെ ഒരുപാട് പഴയ മെമ്മറീസിലേക്ക് പോയി. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങുന്നതിന് മുൻപാണ് കണ്ടത്. അപ്പൊ എനിക്ക് അറിയില്ല, ഉറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയെന്നല്ലേ. Thank you. Thank you so much. Thank you. Bye Anjali. Bye Rima. Bye. See you. Thank you. Thank you. Bye.